യഥാസമയം വാക്സിൻ എടുത്തിട്ടും തെരുവ് നായകളുടെ ആക്രമണത്തിൽ പേവിഷബാധയേറ്റ 8 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. വാക്സിൻ ഒരു ഡോസ് മാത്രം ബാക്കി നിൽക്കെ ഇക്കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് കൊല്ലം കുന്നിക്കോട് ഇളക്കുടി സ്വദേശിയായ 8 വയസ്സുകാരിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. അതേസമയം വാക്സിൻ ഫലപ്രദമല്ലെന്ന് പറയാൻ കഴിയില്ലെന്നും കടിയുടെ തീവ്രത അനുസരിച്ചാണ് വാക്സിന്റെ കാര്യക്ഷമത നിശ്ചയിക്കുന്നതെന്നും SIT ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എസ് ബിന്ദു വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതിയാണ് കൊല്ലം കുന്നിക്കോട് വിളക്കട് സ്വദേശിയായ 8 വയസ്സുകാരിക്ക് തെരുവുനായുടെ ആക്രമണത്തിൽ കടിയേറ്റത്. വീട്ടുമുറ്റത്ത് വെച്ച് താറാവിനെ ആക്രമിക്കണമെന്ന നായയെ ഓടിക്കുന്നതിനിടയിലാണ് കുട്ടിക്ക് കടിയേറ്റത്. വലത് കൈയുടെ മുട്ടിന് ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു. കടിയേറ്റ് 15 മിനിറ്റിനുള്ളിൽ കുന്നിക്കോടിന് സമീപത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് IDRVയുടെ ആദ്യ ഡോസ് നൽകി. അന്നേ ദിവസം വൈകിട്ട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻ സിറവും നൽകി. പിന്നീട് ഏപ്രിൽ 11, 15, 18 തീയതികളിൽ IDRVയുടെ ഓരോ ഡോസും നൽകി. ഈ മാസം 6-ന് ആന്റി റാബിസ് വാക്സിന്റെ അവസാന ഡോസ് മാത്രം ശേഷിക്കെ ഏപ്രിൽ 28-നാണ് കുട്ടിക്ക് പനി ബാധിക്കുന്നത്. തുടർന്ന് മെയ് 1-ന് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 29-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഈ ബാക്കിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു. അതിനകത്തൊരു കുത്തിവലി വന്നു. അങ്ങനെ കുത്തിവലി വന്നു. ബാക്കിയുള്ള മുറിവിനെല്ലാം കുത്തിവലിയായി. കൈ പിന്നെ വേദനയായി. അങ്ങനെ രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ മുറിവ് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളെ കാണിക്കുന്ന പീഡിയാട്രിഷ്യനെ തന്നെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ചൂടിനുള്ള മരുന്ന് ഡോളോ തന്നു. അപ്പം സാധാരണ അവൾക്ക് ഫീവർ വരുമ്പോൾ ചൂട് കുറയാൻ താമസിക്കും. അപ്പോൾ അന്ന് ഞാൻ ഡോളോ കൊടുത്തിട്ടും കുറയാഞ്ഞു. പിന്നെ അവളെ സ്ഥിരം കാണിക്കുന്ന പുനലൂർ ഇപ്പോൾ വിജയ ജൂബിലി രാജൻ ജോർജ് സാറിനെ കൊണ്ട് കാണിച്ചു. സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ്, അവൾക്ക് ഒരു 1.5 വയസ്സിൽ ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ടാബ്ലറ്റ് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ റിസ്ക് എടുക്കട്ടെ, SITയിലേക്ക് ഇന്ന് തന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ 1-ാം തീയതി ഉച്ചയോടെ ഞങ്ങൾ ഇവിടെ എത്തി കാഷ്വാലിറ്റി വന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണെന്ന് SIT സൂപ്രണ്ട് ഡോക്ടർ എസ് ബിന്ദു പറഞ്ഞു. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായതിന് പിന്നാലെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. വാക്സിൻ ഫലപ്രദമല്ലെന്ന് പറയാൻ കഴിയില്ലെന്നും കടിയുടെ തീവ്രതയനുസരിച്ചാണ് വാക്സിന്റെ കാര്യക്ഷമത നിശ്ചയിക്കുകയെന്നും SIT ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എസ് ബിന്ദു വ്യക്തമാക്കി. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 5 ലക്ഷം പേരോളം വാക്സിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ വളരെ അപൂർവമാണ് അതിൻ്റെ ഒരു വാക്സിൻ എടുത്തിട്ടും ഈ പ്രശ്നങ്ങൾ വരുന്നത്. അത് കടിക്കുമ്പോൾ പ്രത്യേകിച്ചും കുട്ടികളിലെ നിങ്ങൾക്കറിയാമല്ലോ പൊക്കം കുറവാണ്. അപ്പോൾ അവരുടെ തലഭാഗത്തും അല്ലെങ്കിൽ കൈ അങ്ങനെയുള്ള മേജർ അപ്പർ പാർട്ട് ഓഫ് ബോഡിയിലായിരിക്കും കടി കിട്ടുന്നത്. അപ്പോൾ കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല്ലുകൾ ഡയറക്റ്റ് ഞരമ്പിൽ പറ്റുകയാണെങ്കിൽ വൈറസ് ഡയറക്റ്റ് ഞരമ്പിൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സഞ്ചരിച്ചു തുടങ്ങും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വാക്സിൻ എത്രത്തോളം അതിനകത്ത് പ്രൊട്ടക്റ്റീവ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം കുട്ടിയെ കടിച്ച നായ ചത്തതായി വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് റജീന പറഞ്ഞു. നായയുടെ കടിയേറ്റതിന് പിന്നാലെ കുട്ടിക്ക് പ്രാഥമിക ചികിത്സയും വാക്സിനും നൽകിയെന്നും റജീന വ്യക്തമാക്കി. അപ്പോൾ അവസാനത്തെ ഇഞ്ചക്ഷൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട്. ആ സമയത്താണ് പെട്ടെന്നൊരു പനി വന്നു. അങ്ങനെ പുനലൂർ കൊണ്ടു ചെന്ന് അവർ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വേറെ ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം SITയിലാണ് ഇപ്പം ആ കുഞ്ഞുള്ളത്. സ്ഥിതി വളരെ മോശമാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തെരുവുനായായിരുന്നു ഇത് വന്ന്. കാരണം ഇത് 2 ദിവസം കഴിഞ്ഞ് അവിടെ ചത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ പിടിക്കുമായിരുന്നു കുഞ്ഞിനെ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇത് 2-ാം തവണയാണ് പ്രതിരോധ കുത്തിവയ്പ് എടുത്ത കുട്ടികൾക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.